എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ഉപ്പുമുളകും എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്ന കുറെ പേരൊക്കെ ആ ഒരു പരിപാടി കാണുന്നവരായിരിക്കും സ്ഥിരം. ഞാനൊരു 3-4 വർഷം മുമ്പ് ഞാൻ ഈ ഒരു പരിപാടി സ്ഥിരമായിട്ട് ഒരു റെഗുലർ ഒരു വ്യൂവർ ആയിരുന്നു. ഞാൻ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന യൂസ് ചെയ്തുകൊണ്ടിരുന്നല്ല കാണുന്ന അതിന് വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയൽ ആയിരുന്നു ഈ ഒരു ഉപ്പുമുളക് എന്ന് പറയുന്നത്. ഒരു കോമഡി സീരിയലാണ്. ഒരു ഫാമിലിയുടെ ചെറിയ രീതിയിലുള്ള അവരുടെ വീടിനകത്ത് നടക്കുന്ന കഥകളൊക്കെ പറയുന്ന ഒരു സീരിയല് സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അവന്റെ ശരിക്കുള്ള പേര് അൽസബിത്ത്. അപ്പം മുസ്ലിം പയ്യനാണ്. അവന്റെ ക്യാരക്ടർ കേശു എന്നാണ് പേര്. എനിക്ക് ആ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പുള്ളിയെ മാത്രമല്ല, പയ്യനെ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ബാലുച്ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു വ്യക്തിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് എല്ലാവർക്കും, പിന്നെ മുടിയനുണ്ട്, അങ്ങനെ എല്ലാവരെയും ഓരോരുത്തരെയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ ഈ കേശു എന്ന് പറയുന്ന പയ്യനെ അവൻ കാണിക്കുന്ന പല രീതിയിൽ ഒരു നോർമലായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാണിച്ചുകൊണ്ടിരുന്ന പല കുസൃതികളും ചെയ്യുന്ന ഒരു പയ്യനായിട്ട് എനിക്ക് അവനെ തോന്നിയിട്ടുണ്ട്. അപ്പോ അവനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യന്റെ ഉമ്മ ഫാമിലിയൊക്കെ ആയിട്ട് ഇവൻ ഇടയ്ക്ക് വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പം അവര് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഫോട്ടോ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും മെയിൻ ഒരു കുന്തളിപ്പ് സ്ഥലമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. വന്ന അപരാധം കമന്റുകൾ മാത്രം ഇടാനായിട്ടുള്ള ഒരു സ്ഥലം. ഇപ്പം ഇൻസ്റ്റഗ്രാമിലും അതുണ്ട്, ഇല്ലാന്നൊന്നും അല്ല. പക്ഷെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അൽസബിത്ത്, ഇതാണ് ആ പയ്യന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്. 68,000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ അതിനകത്ത് അവൻ കണ്ടല്ലോ, ഈ ഫോട്ടോസ് ആണ് കഴിഞ്ഞ ദിവസം അവൻ ഇട്ടിരിക്കുന്നത്. കുറച്ചായി ഫോട്ടോസ് ഇട്ടിട്ട് കുറച്ചായി. അപ്പൊ ഈ ഒരു ഫോട്ടോസിന്റെ അടിയിൽ വന്ന ഒരു കമന്റ്, ആ കമന്റ് ഇട്ട സുന്ദര കില്ലാടി ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു കമന്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ആൾക്കാരെല്ലാരും നോട്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ആ പയ്യൻ നോട്ടീസ് ചെയ്ത ഒരു കമന്റ് ആയിരുന്നു. കമന്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ അത് മാത്രമൊന്നും അല്ല, ഈ പയ്യൻ ഇതിന് മുമ്പിട്ടിരിക്കുന്ന വീഡിയോയ്ക്കൊക്കെ ഒരുപാട്, വീഡിയോയ്ക്കല്ല ഫോട്ടോസിനാണെങ്കിലും ശരി, ഒരുപാട് നെഗറ്റീവ് കമന്റ് ഈ പയ്യൻ നേരിട്ടിട്ടുണ്ട്. പയ്യൻ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ പറ്റിയിട്ടല്ല, ഞാനത് ഈ പയ്യനെ പറ്റിയിട്ടല്ല കൂടുതലും കണ്ടിട്ടുള്ളത്, ഇവന്റെ ഉമ്മയെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫോട്ടോയിലും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫാമിലി ആയിട്ടുള്ള ഈ ഫോട്ടോയോ അല്ലെങ്കിൽ ഇവന്റെ ഉമ്മയായിട്ട് നിൽക്കുന്ന ഏതോ ഒരു ഫോട്ടോയിലാന്ന് തോന്നുന്നു, നോക്കട്ടെ. ഏതോ ഈ ഒരു ഇവരൊരു കാശ്മീർ പോയപ്പോ ഉള്ള ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോട്ടോസ് ഇവർ ഇട്ടപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ വന്ന ഒരു കമന്റ് ആണ്. അത് അയാൾ മുക്കിക്കളഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അത് വേറെ ഇവന്റെ ഒരു വ്യൂവർ ആ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ പയ്യനെ ഈ കമന്റ് ബോക്സിൽ തന്നെ ഷെയർ ചെയ്തു. അത് ആ പയ്യൻ എടുത്ത് വെച്ച് നമ്മളെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. സംഗതി ഇതാണ്, തലയിൽ ചില്ലിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇതാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോട്ടോയുടെ ഒരു ടൈറ്റിലായിട്ട് ആ ഒരു പയ്യൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണിത്. അതായത് അവിടെ നമുക്ക് കാണാം, സമ കെ ബി എന്ന് പറയുന്ന ഒരു സുന്ദര കില്ലാടിയായിട്ടുള്ള വ്യക്തിയാണ് ഇട്ടിരിക്കുന്ന കമന്റ്. തലയിൽ തട്ടമിടാതെ നടക്കുന്ന ഉമ്മ, പിന്നെ ഉമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു, ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നു. അപ്പൊ ഈ പയ്യൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അവന്റെ അമ്മയുടെയും ഗേൾ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ കറങ്ങുന്നത്. മനസ്സിലായില്ലേ? അമ്മയുണ്ട്, അപ്പൊ അമ്മ ഉള്ളപ്പോ തന്നെ ഗേൾ ഫ്രണ്ട്സ് കൂടെ ഉള്ളത് വലിയൊരു തെറ്റാണെന്നാണ് ഈ മഹാൻ പറയുന്നത്, കമന്റ് ഇട്ടവൻ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, പിന്നെ തട്ടത്തിന്റെ കേസ് വരികയാണെങ്കിൽ, ഇത് ആദ്യമായിട്ടല്ല ഈ തട്ടത്തിന്റെ കേസ്. ഈ ഒരു പയ്യന്റെ ഉമ്മയെ പറ്റിയിട്ട് ആളുകൾ കമന്റ് ഇടുന്നത് വേറെയും കുറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല, കാരണം അത് വലിയ കാര്യമായിട്ട് അന്ന് എടുത്തില്ല. ഇതെടുക്കാനുള്ള ഒരു കാര്യം ഇത് ഈ പയ്യൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കമന്റ് ഇട്ടവൻ മുങ്ങുകയും ചെയ്തു. അവന് മനസ്സിലായി പറഞ്ഞത് വെറും തതയില്ലാത്ത പരിപാടിയാണെന്ന്. പിന്നെ എന്തിനാണ് ആദ്യമേ വന്ന് ആൾക്കാരെ കാണിക്കാൻ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത്? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഉമ്മയെ അമ്മ എന്ന് വിളിച്ചിട്ടോ അമ്മയെ ഉമ്മ എന്ന് വിളിച്ചാലൊക്കെ എന്താണോ ഈ നാട്ടിൽ ഇത്ര വലിയ തെറ്റിരിക്കുന്നത്? മമ്മി എന്ന് വിളിച്ചാലോ അമ്മ എന്ന് വിളിച്ചാലോ എന്താ കുഴപ്പമുള്ളേ? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടില് മൊത്തത്തിൽ ആളുകൾ മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ VK പൈജോണനെ പോലുള്ള ആളുകളുള്ള നാടാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെയുള്ള ചില ഈ സമമാരും ഒക്കെ ഇവിടെ കാണും. അവന്റെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഇത് കുറച്ച് കൂടുതലാണ്. ആ പയ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ സീരിയലിൽ അഭിനയിക്കാൻ വന്നു. അവന്റെ ഫാമിലിയിലൊക്കെ അവനാണ് ആ വീട് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ലൈക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഒരു ഇൻകം വെച്ചിട്ടാണ് ആ വീട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവന്റെ ഒരു സ്റ്റോറിയൊക്കെ പറ്റി. അപ്പൊ അത്രയ്ക്കും കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു പയ്യൻ അവന്റെ കുടുംബത്തെയും കൊണ്ട് അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെയും കൊണ്ടൊക്കെ ഒരു ടൂറ് പോയി. അവിടെ അല്ലെങ്കിൽ അവന്റെ വീട്ടിലാണെങ്കിൽ പോലും അവന്റെ ഉമ്മ തട്ടമിടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾ പറ, അത് വലിയൊരു തെറ്റാണോ? ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ തട്ടം എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ആചാരമായിരിക്കും, ഞാൻ അല്ലാതെ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ആചാരത്തെ കളിയാക്കും അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല, ഒരിക്കലും ഞാൻ ചെയ്യില്ല ഒരാളുടെയും. പക്ഷെ എന്നാലും നമുക്ക് അത് ഒരാളുടെ ഇഷ്ടവും കൂടെ നമ്മൾ അതിനകത്ത് നോക്കണ്ടേ. അവരുടെ ഉമ്മയ്ക്ക് ചിലപ്പോൾ അത് ഇടാനല്ല, എന്താ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിടാൻ താല്പര്യമില്ലെങ്കിൽ ഇടണ്ട. അത് അത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. ആചാരങ്ങളൊക്കെ വേണം, വേണ്ടാന്നല്ല അത്, പക്ഷെ ഒരാളുടെയും പേഴ്സണൽ ഇഷ്ടത്തെ കെട്ടിയിടുന്ന ആചാരങ്ങളാവരുത്. അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ടായാൽ പോലും അത് ഓരോ ആളുകൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് അത് തെറ്റാണ്, അല്ലെങ്കിൽ അവരെ ഉമ്മാന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഉമ്മാന്ന് തന്നെ വിളിക്കണം, അമ്മാന്ന് വിളിക്കരുത്, ഇതൊക്കെ പറയാനായിട്ട് നമ്മളാരാ? ഒരാളുടെ പേഴ്സണൽ ജീവിതത്തിനകത്തുള്ള ഇഷ്ടങ്ങളെ ചെയ്യരുത് പറയരുത് എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. ഈ പയ്യൻ ഈ ഫോട്ടോയുടെ മേളില് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. സംഗതി ഇത്രേ ഉള്ളൂ. നമ്മൾ വലിയ നടനൊന്നും അല്ലടോ, ഒരു കുടുംബം നോക്കണം, പിന്നെ എൻ്റെ അമ്മയെ നോക്കണം, പിന്നെ അഭിനയം എൻ്റെ ഒരു പാഷനാണ്. ട്രെൻഡിങ് ചേട്ടന്മാരെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നേടാനുണ്ട്, അതുകൊണ്ട് ട്രെൻഡിങ്ങിന് പുറകെ പോകാൻ സമയമില്ല. 25 വയസ്സിലും മാതാപിതാക്കളുടെ ചിലവിൽ കഴിയുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാണ് ഈ പയ്യൻ ഇട്ടിരിക്കുന്നത് കമന്റ്. കാരണം അത് അവനെ ഒരുപാട് ട്രിഗർ ആയി കാണും ഇങ്ങനെ ഒരു കമന്റ് വന്നപ്പോഴത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ ഉമ്മയെ നീ അമ്മ എന്ന് വിളിക്കരുത്, തലയിൽ തട്ടമിടാതെ നടക്കുന്ന ഉമ്മ എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. ഇന്ന് എനിക്കറിയാം, പേഴ്സണലി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് മുസ്ലിങ്ങള്, ഈ തട്ടമൊന്നും ഇടാതെ നടക്കുന്നവര്. എനിക്കത് ഞാൻ അങ്ങനെ ചോദിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അവരോട്, നിങ്ങൾ എന്താ തട്ടം ഇല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ ഫാമിലികൾ ആരും ഇത് വെച്ച് അവരോട്, അല്ലെങ്കിൽ നീ നിന്റെ സുഹൃത്തുക്കളോട് നടക്കുമ്പോൾ നീ തട്ടം ഇട്ടേ പറ്റത്തുള്ളൂ എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളത് എന്നോട്, എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. അവര് തന്നെ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഒരു ആചാരം ഉള്ളതാണ്, ഞങ്ങൾക്ക് അങ്ങനെ തട്ടം ഇടണം. പക്ഷെ അത് അത്ര വലിയ നമ്മുടെ പേഴ്സണൽ ഇഷ്ടം കൂടെ ഞങ്ങൾ നോക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇടാൻ തോന്നാറില്ല, അതുകൊണ്ട് ചെയ്യാറില്ല. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചില മുസ്ലിം പെൺകുട്ടികൾ ഈ ചന്ദനമൊക്കെ, നമ്മുടെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ മുസ്ലിം കുട്ടികളൊക്കെ വരുമ്പോൾ അവർ സെറ്റ് സാരി ഉടുത്തു വരും, അവർ ചന്ദനം തൊടും. എന്താ ഇതിനകത്ത് ഇത്ര തെറ്റുള്ളത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ അവർ കൊണ്ടിരുന്ന ചിക്കൻ ബിരിയാണിയിലൊക്കെ കൈയിട്ട് വരത്തിൻ്റെ വ്യക്തിയാ. എനിക്ക് അതിനകത്തൊന്നും ഇത്ര വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ ആളുകൾ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിന്റെ പേരും പറഞ്ഞ് കമന്റ് അടിക്കാൻ നടക്കുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ചേ നിങ്ങള്, ഉമ്മയെ അമ്മാന്ന് വിളിക്കരുത്. അത് ഭയങ്കര വളരെ വളരെ മോശമാണ് എന്റെ പൊന്നു ചേട്ടന്മാരെ. നിങ്ങളൊക്കെ ഒന്നൊന്നും മാറി ചിന്തിക്കാൻ ശ്രമിക്കേ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആചാരങ്ങൾ വേണ്ടാന്ന് ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടത്തിൽ ചെന്നിട്ട് നീ അങ്ങനെ തന്നെ വിളിക്കണം, നീ അമ്മാന്ന് വിളിക്കരുത് നിന്റെ ഉമ്മാനെ, എന്താണോ അത്? അതൊക്കെ വളരെ മോശമായിട്ട് നിങ്ങൾക്ക് ഒരു നിമിഷം എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾ വേണോ അത് പറയാൻ? നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരാളെ നമ്മൾ അങ്ങനെ ചെന്ന് പറയുന്നത് തെറ്റല്ലേ? നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെ വന്നിട്ട് വേറൊരാൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പേഴ്സണലി എന്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കാരണം എനിക്കറിയാം ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ പറയണം. ഈ വ്യക്തി പറയുന്നതിനോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.